ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസമല്ല കുറച്ചേറെ ദിവസമായി ഓപ്പണിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാമെന്ന്. അപ്പോൾ ഓൾറെഡി എനിക്ക് അപ്പോൾ ഒരു 3-4 ഡൗട്ടാണ് വന്നത്. പിന്നെ അല്ലാതെ എനിക്ക് ഓൾറെഡി ഇങ്ങനെ ഞാൻ എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റിൽ ഇങ്ങനെ ഒരുപാട് ഡൗട്ട്, കുറേ ഡൗട്ട് ഇങ്ങനെ അതെങ്ങനെയാണ് ഇതെങ്ങനെയാണ് കുറേ ഡൗട്ടുണ്ട് ആൾക്കാർക്ക്. അപ്പം ഞാൻ വിചാരിച്ച് ഇനി എല്ലാ ഡൗട്ടും കൂടെ ക്ലിയർ ചെയ്ത് ഒരു വീഡിയോ പോലെ ചെയ്യാമെന്ന്. ഐ ഹോപ്പ് ദി സൗണ്ടൊക്കെ ഓക്കെ ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഭയങ്കര പെർഫെക്ഷൻ ഒന്നും ആയിരിക്കത്തില്ല, കാരണം ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ട്, പിന്നെ ഞാൻ മൈക്ക് യൂസ് ചെയ്യുന്നില്ല, സൗണ്ടിൻ്റെ ഇഷ്യൂ, അപ്പം അങ്ങനെ കുറേ ഇഷ്യൂ ഉണ്ട്. അപ്പം നിങ്ങളതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. അപ്പം ഞാൻ ഓരോ ക്വസ്റ്റ്യനുള്ള ആൻസർ, ചില ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് എന്തുവാ, ഞാൻ പറയാം, അത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ചില ക്വസ്റ്റ്യൻസൊക്കെ എനിക്ക് കേട്ടിട്ട് എനിക്ക് തന്നെ ഭ്രാന്ത് പിടിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ഞാനിത് എഴുതി വെച്ചിട്ടില്ല, ഞാൻ എൻ്റെ ലാപ്പ് നോക്കിയാണ് പറയുന്ന ക്വസ്റ്റ്യൻസൊക്കെ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓപെയർ ചെയ്യുമ്പോൾ നമ്മുടെ ലാംഗ്വേജ് കോഴ്സ് ഫാമിലി പേ ചെയ്യുമോ? ഉറപ്പായിട്ടും നമ്മുടെ ലാംഗ്വേജിൻ്റെ ഫീസ് ഫാമിലിയാണ് എടുക്കേണ്ടത്. ഇത് ഓപെയറിനകത്ത് വരുന്നത് നമ്മുടെ പോക്കറ്റ് മണി, അത് സ്റ്റാർട്ടിങ് 280 യൂറോയാണ്. പിന്നെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, പിന്നെ നമ്മുടെ ലാംഗ്വേജ് ക്ലാസ്, നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ. ലാംഗ്വേജ് ഫീസ് ഉറപ്പായിട്ട് ഫാമിലി പേ ചെയ്യും. ഓപെയറിൻ്റെ റിക്വയർമെൻറ്റ്സിനകത്ത് പെർ മന്ത് 70 യൂറോയാണ് ഫാമിലി ലാംഗ്വേജിന് വേണ്ടി ഓരോ ഓപ്പേഴ്സിന് സ്പെൻഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ B2 ഫുൾ പഠിച്ചു കഴിഞ്ഞു, എക്സാം എഴുതിയിട്ട് പാസ്സാകുന്നില്ല, നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓപെയർ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് വീണ്ടും B2 വരെ പഠിക്കണോ? അതാ B2 എക്സാം മാത്രം എഴുതിയാൽ മതിയോ? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി എല്ലാവരും A1 എഴുതിയിട്ടാണ് പറഞ്ഞത്. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, A1 എഴുതിയിട്ട് വരുന്നത് മണ്ടത്തരമാണ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ B2 വരെ പഠിച്ചിട്ട് വരണം. ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ A1 എഴുതിയിട്ടാണ് വരുന്നതെങ്കിൽ ചിലപ്പം നിങ്ങൾക്ക് ഫാമിലി പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ് A2, B1, B2 മുതലുള്ളതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് B2ൻ്റെ എന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി നിങ്ങൾ B2ൽ പഠിക്കാൻ എലിജിബിൾ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യും. അപ്പം എക്സാം എഴുതുന്ന എക്സാമിൻ്റെ ഫീസ് ഓൾമോസ്റ്റ് മിക്കവാറുള്ള ഫാമിലീസ് പേ ചെയ്യത്തില്ല. എക്സാമിൻ്റെ ഫീസ് നമ്മൾ തന്നെയാണ് എടുക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഫുൾ മൊഡ്യൂൾ 260, എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. B2 എഴുതുന്നതിന് അത്രയാണ് വരുന്നത്. പിന്നെ സെപ്പറേറ്റ് എഴുതുന്നത് നഷ്ടമാണ്. അത് മൊത്തത്തിൽ സെപ്പറേറ്റ് എഴുതുന്നതിനും 200, 2 മൊഡ്യൂളിന് 200 സംതിങ് വരുന്നുണ്ട്. അപ്പം നിങ്ങളിവിടെ വന്നിട്ട് ഇപ്പോൾ ഫാമിലി നിങ്ങൾ A1 പഠിച്ചിട്ട് വരുമ്പോൾ ഫാമിലി A2ൻ്റെ ക്ലാസ്സാണ് തരുന്നതെങ്കിൽ നിങ്ങൾക്ക് സെൽഫായിട്ട് B1, B2 B2ൻ്റെ എക്സാം പ്രിപ്പറേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. എക്സാമിൻ്റെ കാര്യത്തിൽ പേടിക്കണം. നിങ്ങൾക്ക് എപ്പോൾ വേണേലും B2ൻ്റെ എക്സാം എഴുതാൻ പറ്റും. അത് നിങ്ങളായിട്ട് സ്വന്തമായിട്ട് എക്സാം പ്രിപ്പറേഷൻ ചെയ്തിട്ട് വന്നിട്ട് 2 മാസം കൊണ്ട്, ഇപ്പോൾ 3 മാസം കഴിയുമ്പോൾ എക്സാം എഴുതാൻ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. പക്ഷേ എക്സാം ഫീസ് നിങ്ങളായിരിക്കും പേ ചെയ്യേണ്ടത്. അല്ലാതെ എക്സാം എഴുതുന്നതിന് B2 വരെ പഠിക്കണം, ഇവിടെ വന്ന് B2 വരെ പഠിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ചേച്ചി, നമ്മൾ നാട്ടിൽ പഠിക്കുന്നതിലും ടഫാണ് ഇവിടെ ലാംഗ്വേജ് പഠിക്കാൻ. ചേച്ചി ഫാമിലി എങ്ങനെയാണ് ചേഞ്ച് ചെയ്തേ എന്ന് പറയണേ. പ്രോസസ്സിംഗ് ഒക്കെ എത്ര എമൗണ്ട് ആയി എന്ന് പറയണേ. അപ്പം ഗുഡ് ക്വസ്റ്റ്യൻ. നാട്ടിൽ പഠിക്കുന്നതിനേക്കാളും ടഫാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാംഗ്വേജ് പഠിക്കാൻ, നമുക്ക് നാട്ടിൽ നമ്മൾ മലയാളത്തിലാണെങ്കിൽ നമുക്ക് അധ്യാപകരൊക്കെ മലയാളം അറിയാവുന്നവരായിരിക്കും. നമുക്ക് നമ്മുടെ ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഡൗട്ടൊക്കെ ചോദിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ വരുമ്പം അത് അത്ര ഈസി ആയിരിക്കത്തില്ല. പക്ഷേ ഇംഗ്ലീഷിലും ചിലവർ പറഞ്ഞു തരും. ഡൗട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ ചില ക്ലാസ്സുകളൊക്കെ ഉണ്ട്. ചില വെബ്സൈറ്റിലൊക്കെ ഓൺലൈൻ ക്ലാസ്സിൽ ഇംഗ്ലീഷിലും ഉണ്ട്. പക്ഷേ മോസ്റ്റ് ഓഫ് ദി ക്ലാസ് ഫുൾ ജർമ്മൻ ആയിരിക്കും. പിന്നെ ടഫാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രാമർ പോർഷനൊക്കെ എനിക്കങ്ങനെ വലിയ ടഫായിട്ടൊന്നും തോന്നില്ല. നമ്മൾ ബേസിക് ജർമ്മനൊക്കെ അറിഞ്ഞിട്ട് വരുന്നവരായിരിക്കും. അപ്പം നമുക്ക് അത്ര, പിന്നെ A1, A2 ഒക്കെ ആകുമ്പോൾ അവർക്കും അറിയാം എത്ര അറിയത്തുള്ളെന്ന്. നമുക്ക് എത്ര അറിയാം, എങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവണമെന്നൊക്കെ അവർക്കും അറിയാം. ഒരുപാട് ടഫൊന്നുമല്ല. പിന്നെ എക്സാം എഴുതാൻ ഇവിടെ എനിക്കൊന്ന് നാട്ടിലെ പോലെ തന്നെ സെയിമാണ്. നാട്ടിലേക്കാളും വലിയ പാടൊന്നുമല്ല. നാട്ടിലും എഴുതി കിട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടല്ലേ. ഇവിടെ വന്നിട്ട് നമ്മൾ നന്നായിട്ട് പഠിച്ചെഴുതണം. രണ്ടും നാട്ടിലായാലും ഇവിടെ ആണെങ്കിലും ഒരേപോലെ എഫേർട്ട് ഇട്ട് കഷ്ടപ്പെട്ട് എഴുതണം. ഞാൻ ഫാമിലി ചേഞ്ച് ചെയ്തത് ഓൾറെഡി ഒരു വീഡിയോ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഞാൻ ഫാമിലി ചേഞ്ച് ചെയ്തത്, ഞാനൊരു വെബ്സൈറ്റ് വഴിയാണ്. പിന്നെ പ്രോസസ്സിംഗ് ഒക്കെ ഓപെയറിൻ്റെ പ്രോസസ്സിങ് 2 ലക്ഷത്തിന് താഴെ ആവത്തുള്ളൂ. 2 അല്ല, 1.5 ലക്ഷത്തിന് താഴെ ഓപെയറിന് വരുന്നതിന് പ്രോസസ്സിംഗ് ഫീസ് ആവത്തുള്ളൂ. ഒരുപാട് ഏജൻസീസ് നമ്മുടെ കയ്യിൽ നിന്ന് 3.5, 4.5 ലക്ഷം, 4.5, 5 ലക്ഷം രൂപ വരെയൊക്കെ മേടിക്കുന്നുണ്ട്. പക്ഷേ അത്രയൊന്നും ഫീസില്ല. ഓപെയറിന് എനിക്ക് തോന്നുന്നു ഓപെയറിൻ്റെ ടോട്ടൽ എമൗണ്ട് പ്രോസസ്സിങ്ങിന് 50,000 താഴെ ആവുന്നുള്ളൂ. അപ്പം
പിന്നെ ബാക്കി വരുന്നത് നമ്മുടെ പേപ്പർ വർക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഏജൻസി മേടിക്കുന്ന പൈസയാണ്. അത് 4, 4.5 എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലിയൊരു എമൗണ്ടാണ്. അപ്പം നിങ്ങൾ അത് ശ്രദ്ധിക്കുക. ഓപ്പേറിന് വരുമ്പം ഫീസ് ഒരു 1,50,000 1,50,000 നിൽക്കുന്ന അല്ലെങ്കിൽ 2,00,000 നിൽക്കുന്ന ഏജൻസിയൊക്കെ നോക്കി ചൂസ് ചെയ്ത് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, A1 വെച്ച് ഓപ്പേർ ചെയ്ത് കഴിഞ്ഞ് എങ്ങനെ നേഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിലോട്ട് മാറണം? A1 ആയതുകൊണ്ട് തിരിച്ച് നാട്ടിൽ വരേണ്ടി വരുമോ? ചിലവർ പറയുന്നു A1 ലെവൽ വെച്ച് മെഡിക്കൽ ഫീൽഡിലൊന്നും പഠിക്കാൻ പറ്റൂലെന്ന്. മറ്റു ചിലവർ പറയുന്നത് അവർ ടൈം തരും, എന്നിട്ട് ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന ടൈമിൽ B2 ക്ലിയർ ചെയ്താൽ മതിയെന്ന്. ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുമോ? ഓപ്പേറായി വരാൻ നിൽക്കുകയാണ്, ഈ ഒരു കാര്യം അറിയാണ്ട് എങ്ങനെ വരും? ചേച്ചി ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, ഇതെനിക്ക് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കമൻറ്റ് ആണ്. അല്ലാതെ എനിക്ക് പേഴ്സണലി മെസ്സേജ്, തിരിച്ച് നാട്ടിൽ വരേണ്ടി വരുമോ എന്ന്. പിടിച്ച് നിൽക്കാനാണെങ്കിൽ പിടിച്ച് നിൽക്കാൻ പറ്റും. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വരുന്നത് തിരിച്ച് 1 വർഷം കഴിഞ്ഞ് നാട്ടിലോട്ട് പോകാനല്ലല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ മിനിമം B2 വരെ നാട്ടിൽ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് A1 എഴുതി ഇവിടെ ഓപ്പേറിന് വരണം. അപ്പം നിങ്ങൾക്ക് എക്സാം എഴുതാൻ ഈസി ആയിരിക്കുമെന്ന്. അപ്പം നാട്ടിൽ തിരിച്ച് വരേണ്ടി വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രഗിളിങ് പീരീഡാണ്. A1 മാത്രം വെച്ച് നമ്മൾ ഹൗസ് ബിൽഡിങ്ങിലോട്ട് ചിലവർ, എനിക്ക് ഇതിന് നിങ്ങളോട് പറയാൻ പറ്റില്ല. കാരണം ഞാനിപ്പോൾ പറഞ്ഞു ഓക്കെ A1 വെച്ച് ഹൗസ് ബിൽഡിങ്ങിന് കയറാം, അതിനുശേഷം 3 വർഷം കൊണ്ട് B2 എഴുതിയെടുത്താൽ മതി. അത് ഒരാൾക്ക് എത്രമാത്രം പോസിബിൾ, അത് ഓരോരുത്തരുടെ കഴിവ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇൻ്റർവ്യൂവിൽ നന്നായിട്ട് പെർഫോം ചെയ്യണം. ഇപ്പം അവർക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലായി ഈ കുട്ടിക്ക് അത്യാവശ്യം ജർമ്മൻ അറിയാം, ഇവൾ നന്നായിട്ട് സ്പീക്ക് ചെയ്യുന്നു, 1 വർഷം കൊണ്ട് ഓപ്പേറിന് നിന്ന് നല്ല ഫ്ലുവൻ്റായിട്ട് ജർമ്മൻ സംസാരിക്കുന്ന, അത്യാവശ്യം ബേസിക് ജർമ്മൻ മനസ്സിലാക്കാനും റെസ്പോണ്ട് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരാളെന്ന് ഇൻ്റർവ്യൂവിൽ. പക്ഷേ ഒരു കാര്യമുണ്ട്, നമുക്ക് ഇൻ്റർവ്യൂവിന് നമ്മൾ ഓരോ ഹോസ്പിറ്റലിലേക്ക് ഹൗസ് ബിൽഡിങ്ങിന് ഇൻ്റർവ്യൂവിന് അയക്കുമ്പം അവർ നമ്മുടെ ലാംഗ്വേജ് ഇപ്പോൾ B1 വെച്ച് അയക്കുന്നവരോട് തന്നെ അവർ പറയുന്നുണ്ട് B2 വേണമെന്ന്. അപ്പം ഇവിടെ 99% ഹൗസ് ബിൽഡിംഗ് ഷൂളകളും ലാംഗ്വേജ് ചോദിക്കുന്നുണ്ട്. അത് B2 ലാംഗ്വേജ് ചോദിക്കുന്നുണ്ട്. പിന്നെ ബാക്കി 1% അത് നമ്മുടെ ലക്ക് പോലെ ഇരിക്കും. പിന്നെ A1 നിങ്ങൾക്ക് B1 ഒക്കെ വെച്ചിട്ട് ഓപ്പേർ കഴിയുമ്പോൾ നിങ്ങൾക്ക് FSJയിലോട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റും. 1 വർഷം ഓപ്പേർ കഴിഞ്ഞ് നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റിയില്ല ആ സമയത്തെങ്കിൽ FSJയിലോട്ട് നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. അപ്പോഴും നിങ്ങൾക്ക് ലാംഗ്വേജിൻ്റെ ഇതൊക്കെ വെച്ച് ചിലപ്പം അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യണമെന്നില്ല. അത് നമ്മൾ കണ്ടുപിടിക്കണം, നല്ല FSJ നോക്കി നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ എങ്ങനെയാണ് ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് നല്ലൊരു മോട്ടിവേഷൻ ലെറ്ററും CV വേണം. എന്നിട്ട് ഇത് വെച്ചിട്ട് നമ്മൾ ഓരോ ഹൗസ് ബിൽഡിങ്ങിൻ്റെയും ഷൂളുകളുടെയും മെയിൽ ID എടുത്ത് വെച്ചിട്ട് അവർക്ക് മെയിൽ അയക്കുക. ഒരു മോട്ടിവേഷൻ ലെറ്ററും CVയും പിന്നെ ഡിസ്ക്രിപ്ഷനും ഒക്കെ വെച്ച് മെയിൽ അയക്കുക. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. കാരണം ഞാനിപ്പോൾ ചെയ്തില്ല, എൻ്റെ ഫ്രണ്ട്സൊക്കെ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അവരോട് ചോദിച്ചിട്ട് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അതെങ്ങനെയാണെന്ന് അതെനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഇങ്ങനെ മെയിൽ അയക്കുകയാണ്, അപ്പോൾ അവർ റിപ്ലൈ മെയിൽ തരും. അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ മൊത്തത്തിലുള്ള പ്രൊഫൈലും നമ്മുടെ CVയും മോട്ടിവേഷൻ ലെറ്ററൊക്കെ വായിച്ചിട്ട് അവർ റിപ്ലൈ തരും. നോ ആണെങ്കിൽ നോ, റിജക്ഷൻ ആണെങ്കിൽ റിജക്ഷൻ, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് തരും. അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പാസ്സായാലാണ് നമുക്ക് ഹൗസ് ബിൽഡിങ്ങിലോട്ട് മാറാൻ പറ്റുന്നത്. ആൻഡ് ഫാമിലി മാറ്റിയപ്പോൾ വീണ്ടും കോൺട്രാക്ട് ഡേറ്റ് 1 ഇയർ തന്നെയാണോ? പ്ലീസ് ആൻസർ. നമുക്ക് അതുപോലെ തന്നെ നമ്മളിവിടെ ഒന്ന് ഫാമിലി ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ 1 വർഷത്തെ വിസയാണ്. ഞാനിപ്പോൾ എൻ്റെ ഫാമിലിയിൽ 2 മാസം നിന്നിട്ടാണ് ഫാമിലി ചേഞ്ച് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ബാക്കി 10 മാസത്തെ വിസയാണ്. 10 മാസം മറ്റേ ഫാമിലി നിന്നാൽ മതിയാവും. അപ്പോൾ അല്ലാതെ വീണ്ടും 1 വർഷം തന്നെ മറ്റേ അടുത്ത ഫാമിലിയുടെ കൂടെ നിൽക്കണം, അങ്ങനെയില്ല. ഇഫ് വി ഗെറ്റ് എനി എമർജൻസി ഇൻ അവർ ഓൺ ഫാമിലി, നമുക്ക് ലീവ് കിട്ടുമോ? സത്യം പറഞ്ഞാൽ ഇത് ഫാമിലീസ് ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അതാണ് ഞാൻ പറയുന്നത്, ആദ്യം തന്നെ നമ്മൾ ഓപ്പേൻ്റെ മെയിൻ കാര്യമേ ഫാമിലിയാണ്. നമ്മൾ ആദ്യം തന്നെ കംഫർട്ടായിട്ടുള്ളൊരു ഫാമിലി ചൂസ് ചെയ്യണം. നമുക്ക് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫാമിലി നോക്കി, ഇപ്പോൾ എന്തും ചോദിക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു ഫാമിലി നോക്കി സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ ലീവ് കിട്ടും. ഫാമിലിയോട് പറഞ്ഞാൽ മതി, ഫാമിലി നമുക്ക് ലീവ് പ്രൊവൈഡ് ചെയ്യും. നമുക്ക് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് വീട്ടിലോട്ടൊക്കെ പോകാൻ പറ്റും. പിന്നെ എനിക്കറിയത്തില്ല, ചില ഫാമിലീസ് സമ്മതിക്കുമോ, അവർ നിങ്ങൾ പോയി കഴിഞ്ഞാൽ കുട്ടീനെ അവർ വീട്ടിലില്ലാത്ത സിറ്റുവേഷനാണ്, അവർ വൈകുന്നേരം വരെ വരത്തുള്ളൂ, അപ്പോൾ വേറൊരു മാർഗ്ഗമില്ല, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു ഫാമിലി ഡിഫിക്കൽട്ടീസ് വന്നു കഴിഞ്ഞാലുള്ള കാര്യം എനിക്കറിയത്തില്ല. ഓൾമോസ്റ്റ് നമുക്ക് എന്തെങ്കിലും മെയിൻ എമർജൻസി ഒക്കെ വന്നു കഴിഞ്ഞാൽ വീട്ടിലൊക്കെ പോകാൻ പറ്റും. ചേച്ചി, ഞാൻ ഓപ്പേറിന് വരാൻ നിൽക്കുകയാണ്. ഇപ്പോൾ 1 ഇയർ ഇല്ല, നമ്മൾ B2 പാസ്സായി ഇല്ലെങ്കിൽ 1 ഇയർ കൂടെ തിരിച്ച് വരാതെ അവിടെ നിൽക്കാൻ പറ്റുമോ വേറെ ഫാമിലിയിൽ? ദാറ്റ്സ് നോട്ട് പോസിബിൾ.
എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിസ എന്ന് വെച്ചാൽ നമുക്ക് ഒരു പ്രാവശ്യമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. വീണ്ടും നമുക്ക് വിസ നമുക്ക് അടിച്ച് കിട്ടത്തില്ല. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ആ ഫാമിലി ഓക്കെയാണ്, ആ ഫാമിലിക്ക് നിങ്ങളെ ആവശ്യമുണ്ട്, അവരുമായിട്ടുള്ള നല്ലത് വേറെ ഏതെങ്കിലും രീതിയിൽ വിസയൊക്കെ മാറ്റി അവരുടെ ഇതിൽ അങ്ങനെയൊക്കെ നിൽക്കാൻ പറ്റും. പക്ഷേ ആയിട്ട് വേറെ ഫാമിലി നോക്കി അങ്ങനെ വീണ്ടും 1 ഇയർ വിസയ്ക്ക് പറ്റത്തില്ല. FSJയിലോട്ട് മാറി FSJ ചെയ്യാൻ പറ്റും 1 ഇയർ. അല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. ജർമ്മൻ ലാംഗ്വേജിലാണോ ഇൻ്റർവ്യൂ? ജർമ്മൻ ലാംഗ്വേജിലല്ല ഇൻ്റർവ്യൂ, ഇംഗ്ലീഷിലായിരിക്കും ഇൻ്റർവ്യൂ. ഫാമിലീസ് നമ്മളോട് ചോദിക്കും ഏതാണ് കംഫർട്ട് ലാംഗ്വേജ്. ഞാൻ അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂസ് എല്ലാം എനിക്ക് ഇംഗ്ലീഷിലായിരുന്നു. ജർമ്മനിയിൽ അവർ സംസാരിക്കും, പക്ഷേ അവർ ജർമ്മനിയിൽ സംസാരിച്ച് കഴിഞ്ഞാലും നമുക്ക് തിരിച്ച് ഇംഗ്ലീഷ് റിപ്ലൈ പറയാൻ പറ്റും. നമുക്ക് അവരോട് ആദ്യം തന്നെ പറയാം എനിക്ക് കംഫർട്ട് ഇംഗ്ലീഷാണ്. ഇപ്പം ജർമ്മൻ ലാംഗ്വേജിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഫാമിലിയിലോട്ട് അങ്ങനെ കയറി അപ്പം നിങ്ങൾക്ക് അത്രയും കംഫർട്ട് അല്ല ലാംഗ്വേജ്, അല്ലെങ്കിൽ ആ ഫാമിലി ചൂസ് ചെയ്യരുത്. കാരണം അല്ലെങ്കിൽ വന്നു കഴിയുമ്പോൾ അവരായിട്ട് തന്നെ നിങ്ങളോട് പറയും അവർക്ക് പറ്റത്തില്ല, അവർക്ക് ജർമ്മൻ നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് വേണ്ടതെന്ന് പറയും. അപ്പം ഇംഗ്ലീഷിലായിരിക്കും ഇൻ്റർവ്യൂ. ഓൾമോസ്റ്റ് എല്ലാ ഫാമിലീസും ഇംഗ്ലീഷിൽ തന്നെയാണ് ഇൻ്റർവ്യൂ നടത്തുന്നത്, ഇംഗ്ലീഷിലായിരിക്കും. ചേച്ചി ഞാനിപ്പോൾ +2 കഴിഞ്ഞ് ജർമ്മൻ B2 കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ എക്സാം പ്രിപ്പറേഷൻ ആണ്. എക്സാം എഴുതിയില്ല. എനിക്ക് A1 എക്സാം എഴുതി സർട്ടിഫിക്കറ്റ് കൊണ്ട് വരാൻ പറ്റുമോ? ഓക്കെ, വരാൻ പറ്റും. ഞാനിനി A1 A1 സർട്ടിഫിക്കറ്റ് മതി. A1 എഴുതി A1 സർട്ടിഫിക്കറ്റായിട്ട് ഓപ്പയറിന് വരാൻ പറ്റും. ഞാൻ ഈ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വീണ്ടും എടുത്ത് പറയുന്നില്ല കേട്ടോ. ഓപ്പയറിൻ്റെ ഏജ് ലിമിറ്റ് എത്രയാണ്? ഓപ്പയറിൻ്റെ ഏജ് ലിമിറ്റ് 27 ആണ്. 27 ഓപ്പയറിൻ്റെ ഏജ് ലിമിറ്റ്. പക്ഷേ ചില ഫാമിലീസ് ഞാനിങ്ങനെ ഓപ്പയറിൻ്റെ സൈറ്റിൽ ഏജ് ലിമിറ്റ് ഇങ്ങനെ 29, 30 വരെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ കോമൺ ആയിട്ട് ഓപ്പയറിൻ്റെ ഏജ് ലിമിറ്റ് 27 ആണ്. ഇനി അതിൽ കൂടുമ്പോൾ എനിക്ക് വിസ റിജക്ഷനൊക്കെ വരുമോ ആ സൈഡ് എനിക്ക് അറിയത്തില്ല. ഞാൻ അല്ലാതെ റിക്വയർമെൻറ്റ്സിനകത്ത് 27 വയസ്സാണ് കണ്ടിട്ടുള്ളത്. ഓപ്പയർ വിസയിൽ വന്നാൽ ഹൗസ് ബിൽഡിംഗ് നേഴ്സിംഗ് മാത്രമേ ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഫിസിയോതെറാപ്പി ഹൗസ് ബിൽഡിംഗ് നോക്കാൻ പറ്റുമോ? നമുക്ക് ഏത് ഹൗസ് ബിൽഡിംഗ് വേണമെങ്കിലും ഓപ്പയർ വിസയിൽ വന്നു കഴിഞ്ഞാൽ നോക്കാൻ പറ്റും. അല്ലാതെ നേഴ്സിംഗ് മാത്രം ചെയ്യണം അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുകയാണല്ലോ, ഏതാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ വെച്ച് നമുക്ക് എന്താണ് വേണ്ടത് അതിലോട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആ രീതിയിൽ അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഹൗസ് ബിൽഡിംഗ് ചെയ്യാൻ പറ്റും. ചേച്ചി ജർമ്മനിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പാടാണോ? ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ്. അവിടെ ആണെങ്കിലും ഇവിടെ ആണെങ്കിലും നമ്മൾ പഠിക്കണം, ഒരേപോലെയാണ്. അല്ലാതെ നാട്ടിലേക്കാളും പാടാണ് ഇവിടെ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. എഴുതിയവരോട് ചോദിച്ചപ്പോഴൊക്കെ അവർ അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ ഞാൻ ശരിക്കും എക്സാം എഴുതിയില്ല. എക്സാം എഴുതിയിട്ട് ഞാൻ എൻ്റെ എക്സാം എക്സ്പീരിയൻസ് ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ ഞാൻ കോമൺലി എഴുതിയവരോടൊക്കെ നമ്മളിനി എഴുതാൻ നിൽക്കുന്നവരായതുകൊണ്ട് ചോദിക്കുമല്ലോ. അങ്ങനെ ഞാൻ ചോദിച്ചപ്പം നാട്ടിലെ പോലെ തന്നെയാണ്, നാട്ടിലും പാടാണ്, നാട്ടിൽ എഴുതുന്നവരും പാടാണെന്നാണ് പറയുന്നത്, ഇവിടെ എഴുതുന്നവരും പാടാണെന്നാണ് പറയുന്നത്. അല്ലാതെ കമ്പാരിറ്റീവ്ലി നാട്ടിലേക്കാളും ഈസിയോ ടഫോ ആണെന്ന് ആരും പറഞ്ഞിട്ടില്ല. B2 2 മൊഡ്യൂളെങ്കിലും ഉണ്ടെങ്കിൽ ഓപ്പയർ ചെയ്യാൻ A1 എഴുതണോ? വേണ്ട, 2 മൊഡ്യൂൾ വെച്ച് ഓപ്പയർ ചെയ്യാൻ പറ്റും. വീണ്ടും A1 എഴുതി ഓപ്പയറിന് വരണ്ട. പോക്കറ്റ് മണി എത്രയാണ് കിട്ടുന്നത്? അതിൽ ഇൻക്ലൂഡഡ് ആണോ ഡെയിലി ഗ്രോസറി? പോക്കറ്റ് മണി കിട്ടുന്നത് 280 യൂറോയാണ്. ചില ഫാമിലീസ് നിങ്ങൾക്ക് എക്സ്ട്രാ ഡ്യൂട്ടീസൊക്കെ തരുവാണ്, അല്ലെങ്കിൽ കുറച്ച് സമയോടെ കുട്ടിയുടെ കൂടെ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില ഫാമിലീസ് നമുക്ക് എക്സ്ട്രാ പൈസ തരും. അതിൽ നമ്മുടെ ഡെയിലി ഗ്രോസറി ഇൻക്ലൂഡഡ് അല്ല. ഇതിൽ നമ്മുടെ പോക്കറ്റ് മണിയാണ് 280 യൂറോ. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവരാണ്, നമ്മുടെ ലാംഗ്വേജ് കോഴ്സ് അവരാണ്, ഇതെല്ലാം അവരാണ്. കുറേ ക്വസ്റ്റ്യനൊക്കെ കോമൺ ആണ്. ഈ ക്വസ്റ്റ്യനും കോമൺ ആണ്. B2 2 മൊഡ്യൂളുള്ള ഒരാൾ ഇവിടെ വന്ന് വീണ്ടും ആ 2 മൊഡ്യൂളും എഴുതണോ എന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അങ്ങനെ എഴുതണ്ട. 2 മൊഡ്യൂൾ ഉണ്ടെങ്കിൽ ബാലൻസ് 2 മൊഡ്യൂൾ എഴുതിയെടുത്താൽ മതി. വീട്ടിൽ കൊടുക്കാനുണ്ടോ? ഓഫ് കോഴ്സ്. ഓപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പോക്കറ്റ് മണി നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ഫുഡ്, അക്കോമഡേഷന്, ബാക്കി എല്ലാ കാര്യങ്ങളും, ട്രാൻസ്പോർട്ടേഷൻ, ഇതെല്ലാം ഫാമിലി പ്രൊവൈഡ് ചെയ്യും. ചില ഫാമിലി ട്രാൻസ്പോർട്ടേഷൻ പ്രൊവൈഡ് ചെയ്യത്തില്ല. നിങ്ങളതൊക്കെ ചോദിക്കണം. കാരണം അതൊക്കെ ഓപ്പയേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സിനകത്ത് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന 280 യൂറോ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ 280 യൂറോയും നമുക്ക് നാട്ടിൽ അയച്ച് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് നമ്മുടേതായ രീതിയിൽ കുറച്ച് ഒരു 80 യൂറോയോ 50 യൂറോയോ എല്ലാ മാസം നമ്മൾക്ക് നമ്മുടേതായ രീതിയിൽ മാറ്റി വെക്കണം. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യം വരും, നമുക്ക് എക്സ്ട്രാ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് എക്സ്ട്രാ കഴിക്കാൻ തോന്നി, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി നമുക്കൊരു ഷോപ്പ് ചെയ്യാൻ തോന്നി, അതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എടുക്കണം. അല്ലാതെ വീട്ടിൽ അത്യാവശ്യം 280ൻ്റെ പകുതി എന്തായാലും വീട്ടിൽ അയച്ചു കൊടുക്കാൻ കാണും. നിങ്ങളങ്ങ് എക്സ്ട്രാ ലാവിഷായിട്ട് ചിലവാക്കുന്ന ആളല്ല എന്നുണ്ടെങ്കിൽ എന്തായാലും
ഒരു 200 യൂറോ നമുക്ക് വീട്ടിൽ അയച്ചു കൊടുക്കാം. ബോയ്സിന് ഓപ്പയർ ചെയ്യാൻ പറ്റുമോ? ബോയ്സിനും ഓപ്പയർ ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാ ഏജൻസീസും ബോയ്സിന് ഓപ്പയർ ചെയ്യുന്നില്ല. കാരണം ഓൾമോസ്റ്റ് 90% ഫാമിലീസും ഫീമെയിൽ ഓപ്പയറിനെയാണ് നോക്കുന്നത്. അപ്പോൾ ഓപ്പയർ ഗേൾസിന് ഒരു 100% ചാൻസ് ഉണ്ടെങ്കിൽ ബോയ്സിന് കിട്ടാൻ ഒരു 10-20% ചാൻസേ ഉള്ളൂ. അതുകൊണ്ടാണ് അത്ര എളുപ്പമല്ല ഫാമിലീസ് കിട്ടാൻ. അത് ബോയ്സിനെ നോക്കുന്ന ഫാമിലീസും ഉണ്ട്. ആ ഫാമിലിയിൽ ബോയ്സിന് ഓപ്പയർ ചെയ്യാൻ പറ്റും. ചേച്ചി അവിടെ റേസിസം ഉണ്ടോ? ഇവിടെ റേസിസം ഉണ്ടോ എന്ന് എനിക്കങ്ങനൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. നമുക്ക് ഓപ്പയർ ചെയ്യുമ്പോൾ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആകുമോ? ലാംഗ്വേജ് ഇമ്പ്രൂവ് ആയോ? ഓഫ് കോഴ്സ് നമ്മുടെ ലാംഗ്വേജിന് നല്ല ഇമ്പ്രൂവ് ആവും ഓപ്പയർ ചെയ്യുമ്പം. നമുക്ക് ജർമ്മൻ ഇപ്പം തിരിച്ച് പറയാൻ ഒരു ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും നമുക്ക് നന്നായിട്ട് ജർമ്മൻ മനസ്സിലാവും. ഹോർനൊക്കെ നല്ലപോലെ ഹെൽപ്പാവും. എന്തായാലും നമ്മളൊരു ജർമ്മൻ ഫാമിലിയിൽ നിൽക്കുവാണ്, അവർ ജർമ്മനിലാണ് സംസാരിക്കുന്നത്, നമുക്ക് എന്തായാലും ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവും. പിന്നെ എക്സാമിന് നമ്മൾ നമ്മുടേതായ രീതിയിൽ എഫേർട്ട് എടുത്ത് എക്സാം പ്രിപ്പയർ ചെയ്ത് എഴുതണം. ഈ ഓപ്പയർ ഡ്യൂട്ടീസ് ഞാൻ പറയല്ലോ, ഡ്യൂട്ടീസ് ഒക്കെ ഫാമിലി ഡിപ്പെൻഡഡ് ആണ്. നിങ്ങൾ വരുന്നതിന് മുമ്പ് ഫാമിലിയോട് ചോദിക്കുക നിങ്ങൾക്ക് എന്തൊക്കെ ഡ്യൂട്ടീസാണ് അവിടെ ഓപ്പയറായിട്ട് നിൽക്കുമ്പം ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെന്താ മെയിൻ ഡ്യൂട്ടി, ഒരു ഓപ്പയർ ചെയ്യേണ്ട മെയിൻ ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഹൗസ് ഹോൾഡ്, പിന്നെ കുട്ടീൻ്റെ കാര്യം. വീക്കിലി 34-36 അവേഴ്സാണ് ഓപ്പയറിൻ്റെ വർക്കിംഗ് അവേഴ്സ്. കുട്ടികളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, അവരുടെ കൂടെ കളിക്കുക, പിന്നെ അവരെ കുറച്ച് ഹൗസ് ഹോൾഡിൽ ഹെൽപ്പ് ചെയ്യുക. ഇപ്പോൾ ഫാമിലി മാറിയപ്പോൾ എനിക്ക് അവിടുന്ന് വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. എനിക്ക് ഈ ഫസ്റ്റ് ഫാമിലിയിൽ ഉണ്ടായിരുന്ന ഡ്യൂട്ടീസ് അല്ല സെക്കൻഡ് ഫാമിലിയിൽ ഉണ്ടായിരുന്നത്. എന്നുവെച്ചാൽ സെക്കൻഡ് ഫാമിലി എനിക്ക് ഡ്യൂട്ടീസേ ഇല്ലായിരുന്നു, ജസ്റ്റ് കൊച്ചിൻ്റെ കൂടെ മാത്രം കളിച്ചാൽ മതിയായിരുന്നു. ചേച്ചി ഓപ്പയർ പ്രോസസ്സിങ് ചെയ്യുമ്പോൾ ചൈൽഡ് കെയർ സർട്ടിഫിക്കറ്റ് കമ്പൽസറി ആണോ? ഒരു ജസ്റ്റ് റെഫറൻസ് ലെറ്റർ ആണോ ചേച്ചി കൊടുത്തത്? അത് ഞാൻ കൊടുത്തത് റെഫറൻസ് ലെറ്റർ ആണ്. ഞാൻ കൊടുത്തത് എൻ്റെ കസിൻ്റെ. നമ്മുടെ റിലേറ്റീവ് ഒക്കെ കാണുമല്ലോ, അല്ലാതെ ഞാനിങ്ങനെ ചൈൽഡ് കെയർ എക്സ്പീരിയൻസ് അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. റെഫറൻസ് ലെറ്റർ വെച്ചാണ് വന്നത്. ഇത്രയ്ക്കേ ഉള്ളെന്ന് തോന്നുന്നു. എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ കമൻറ്റും വായിച്ചിട്ട് കോമൺ ആയിട്ടാണ് തോന്നുന്നത്. ഫാമിലി എങ്ങനെയാണ്, വീട്ടിലേക്ക് അയക്കാൻ പറ്റുമോ, ഇതൊക്കെയാണ് എനിക്ക് കൂടുതലും വന്നേക്കുന്നത്. പിന്നെ മെയിനായിട്ട് വന്നേക്കുന്നത് 1 ഇയർ കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് പോവേണ്ടി വരുമോ? ഇതിനെല്ലാം ഉള്ള ഉത്തരം ഞാൻ തന്നിട്ടുണ്ട്. നിങ്ങൾക്കത് ക്ലിയർ ആയി എന്ന് കരുതുന്നു. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി. കൂടുതൽ അതുണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ ചെയ്യാം. പിന്നെ ഇവിടെ ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നതിന് ലാംഗ്വേജ് മസ്റ്റാണ്. കാരണം നമ്മൾ പഠിക്കുന്നത് ജർമ്മനിയിലാണ്. പിന്നെ ഫാമിലി ചൂസ് ചെയ്യുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കുക. നല്ലൊരു ഫാമിലി നോക്കി. ഓപ്പയറിൻ്റെ മെയിൻ കാര്യം അതാണ്, നമ്മൾ ചൂസ് ചെയ്യുന്ന ഫാമിലി. നിങ്ങൾ ഓപ്പയറിന് വരാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ നല്ല ഫാമിലി നോക്കി ചൂസ് ചെയ്ത് വരിക. കാരണം ഓപ്പയറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ഫാമിലി ചൂസ് ചെയ്യുന്ന കാര്യമാണ്. നമ്മുടെ ഫാമിലി എനിക്കിപ്പം ഒരുപാട് ഓപ്പയർ ചെയ്യുന്നവരെ അറിയാം. ഞാനിപ്പോൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങിയതൊക്കെ ഒരുപാട് പേര് എനിക്ക് ഓപ്പയർ ചെയ്യുന്നവർ മെസ്സേജ് അയക്കുന്നുണ്ട്. ഫാമിലി കാരണം സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വരുന്നതിന് മുമ്പ് ഒരുപാട് ഞാൻ ഓപ്പയറിനെ പറ്റി നെഗറ്റീവ് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കത്ര മോശം എക്സ്പീരിയൻസ് ഒന്നും ഓപ്പയർ ചെയ്യുന്ന ഉണ്ടായിട്ടില്ല. കാരണം ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ 3rd ഫാമിലിയിലാണ്. അപ്പം എനിക്ക് ഈ ബാക്കി 2 ഫാമിലിയിൽ നിന്നും എനിക്ക് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്കറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സിനും അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ കരുതുന്നത് ഓപ്പയർ ഒരു ഗുഡ് ഡിസിഷനാണ്, ഇപ്പം നല്ല ഇതാണ്, പറഞ്ഞത് കൂട്ടൊന്നും അല്ല. പക്ഷേ ഞാൻ ഈ യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങിയതൊക്കെ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഒരുപാട് അത്ര ബാഡെന്നല്ല, ഇറങ്ങി പോരേണ്ടി സിറ്റുവേഷൻസ് ഒക്കെ വന്ന് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ലതുപോലെ ചൂസ് ചെയ്തൊരു ഫാമിലി ഫൈൻഡ് ചെയ്യുക. അതാണ് ഓപ്പയറിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ ലാപ്പ് യൂസ് ചെയ്ത് ഈ ക്വസ്റ്റ്യനൊക്കെ ഇങ്ങനെ ഓരോന്ന് കണ്ടുപിടിച്ച് വായിക്കുന്നത്. പിന്നെ എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനും ഒരുപാട് ക്വസ്റ്റ്യൻസ് കോമൺ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് പേരുടെയെങ്കിലും കുറച്ച് ഡൗട്ട് എനിക്ക് ക്ലിയർ ആക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും ഒക്കെ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് കരുതുന്നു. നിങ്ങളുടെ ഓപ്പയറിന് വരാൻ നിൽക്കുന്ന അല്ലെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കിനി ഞാൻ ഓപ്പയറിൻ്റെ എന്തിനേലും പറ്റി വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി. എന്താണ് അറിയേണ്ടത്, എന്തിനെ പറ്റിയാണ് വീഡിയോ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ അതേപ്പറ്റി വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.